ഹായ് മക്കളെ, 2 ദിവസം മുമ്പേ വളരെ വിചിത്രമായിട്ടുള്ള ഒരു ചോദ്യമായിട്ട് എനിക്കൊരു മെസ്സേജ് വന്നു. ആ ചോദ്യം ഇങ്ങനെയാണ്, കെമിസ്ട്രിയെ സംബന്ധിച്ച് തന്നെയാണ് ആ ചോദ്യം ഇങ്ങനെയാണ്: സാറേ, കെമിസ്ട്രി പഠിക്കാൻ എനിക്ക് ഇഷ്ടമാണ്, വളരെ എളുപ്പമാണ്, ഞാൻ ആടിപ്പാടി ഡാൻസോ കളിച്ചാണ് പഠിക്കാറുള്ളത്. പക്ഷെ കെമിസ്ട്രി പഠിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഈ ചോറിൽ കല്ല് വീണതുപോലെയുള്ള ഒരു പിടുത്തം എനിക്ക് വരാറുണ്ട്. അതായത് ചില സിമ്പിൾസുകളൊക്കെ ഈ കെമിസ്ട്രിയിലൊക്കെ അങ്ങോട്ട് കയറി വരുമ്പോൾ എനിക്ക് വല്ലാത്തൊരു ഭയമാണ്. ഈ ഭയം ഇല്ലാതാക്കാൻ, കെമിസ്ട്രിയോടുള്ള ഈ ഭയം ഇല്ലാതാക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ എന്നായിരുന്നു ആ കുട്ടി ചോദിച്ചത്. ചോദ്യത്തിനകത്തൊരു നിഷ്കളങ്കത ഉണ്ടെങ്കിലും വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യമുണ്ട്. എനിക്ക് തോന്നുന്നത് ഈ ഒരു പ്രശ്നം ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന 8ാം ക്ലാസ്സിലെ എൻ്റെ കുട്ടികൾക്കും ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ അതങ്ങോട്ട് ഒഴിവാക്കുക, അതങ്ങോട്ട് ഇല്ലാതാക്കുക എന്നുള്ളതാണ് ഈ വീഡിയോയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. ആർക്കെങ്കിലും ഈ പേടി ഉണ്ടെങ്കിൽ ആ പേടിയുള്ള ചങ്ക് കൂട്ടുകാർമാർക്കും കൂട്ടുകാരികൾക്കൊക്കെ എന്ത് ചെയ്യുക, നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മക്കളെ, നമുക്ക് കെമിസ്ട്രിയിൽ നിന്ന് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു കാര്യമാണ് സിമ്പിൾസുകൾ എന്ന് പറയുന്നത്. ഈ പ്രാവശ്യം നമ്മൾ ബേസിക് സയൻസ് ആയിട്ടാണ് പഠിക്കുന്നത്. അടുത്ത വർഷം കെമിസ്ട്രി സെപ്പറേറ്റ് ആയിട്ട് പഠിക്കും. അങ്ങനെ കെമിസ്ട്രി പഠിക്കുന്ന എത്ര കാലം നിങ്ങൾ കെമിസ്ട്രി പഠിക്കുന്നോ അത്രയും കാലം നമ്മൾ സിമ്പിൾസുകൾ നമ്മൾ പഠിക്കേണ്ടതുണ്ട്. ചില കോമ്പൗണ്ട്സിന് സിമ്പിൾസുകളുണ്ട്. അങ്ങനെ ഒരുപാട് കെമിസ്ട്രിയിലെ ഏറ്റവും പ്രധാനപ്പെട്ടാണ് നമ്മൾക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തതെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അതിലൊരു കുറച്ച് ഭാഗം മാത്രമാണ്, നിങ്ങളൊന്ന് ജസ്റ്റ് സൂചിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് 8ാം ക്ലാസ്സിൽ നമ്മൾ കുറച്ച് സിമ്പിൾസുകളൊക്കെ നിങ്ങൾ പഠിക്കുന്നത്. എല്ലാം കൂടി 8ാം ക്ലാസ്സിൽ പഠിക്കാൻ പറ്റില്ല. എല്ലാ എലമെന്റ്സിന്റെ പേരുകളും അതിന്റെ സിമ്പിൾസുകളൊന്നും 8ാം ക്ലാസ് പഠിക്കേണ്ട കാര്യമില്ല. കുറച്ചധികം നമ്മൾ 9ാം ക്ലാസ് പഠിക്കും, അതിനേക്കാൾ കൂടുതൽ 10ാം ക്ലാസ് പഠിക്കും, അതിനേക്കാൾ കൂടുതൽ +1. അങ്ങനെ ഓരോ ക്ലാസ്സിലെത്തുമ്പോഴാണ് നമ്മൾ കംപ്ലീറ്റ് ആകുക. അല്ലാണ്ട് ഒറ്റ ക്ലാസ്സിൽ ഇതെല്ലാം കൂടി പഠിക്കുക എന്നുള്ളതല്ല ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എല്ലാവർക്കും ഒരു ധാരണ ഉണ്ട്, ഈ ചാപ്റ്ററിൽ പറഞ്ഞിരിക്കുന്ന അല്ലെങ്കിൽ ഈ ചാപ്റ്റർ കൊണ്ട് ഇതിന്റെ സിമ്പിൾസുകളെല്ലാം പഠിക്കും എന്നുള്ള ധാരണ ഉണ്ടെങ്കിൽ അതും കൂടി മാറ്റി വെക്കുക. വളരെ കുറച്ച് മാത്രം നിങ്ങളൊന്ന് പരിചയപ്പെടുത്താൻ വേണ്ടി മാത്രമാണ് സിമ്പിൾസുകൾ എന്ത് ചെയ്യുന്നത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഞാൻ പറയുന്നത്, നമ്മൾ എത്ര കാലം പഠിക്കുന്നോ അത്രയും കാലം നമ്മൾ ഓരോന്നോരോന്നും ഇങ്ങനെ പഠിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ 8ാം ക്ലാസ്സുകാരെ സംബന്ധിച്ച് പ്രധാനമായിട്ട് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് സിമ്പിൾസുകൾ നിങ്ങൾക്കറിയാം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് എച്ച് അല്ലേ. നമുക്കറിയാം, എച്ച് എന്ന് കേൾക്കുമ്പോൾ നമുക്കറിയാം ഹൈഡ്രജൻ ആണ്. ഹൈഡ്രജൻ നമുക്ക് വരയ്ക്കാനോ കളർ ചെയ്യാനോ ഒന്നും സാധ്യമല്ല. അതിനെങ്ങനെ സൂചിപ്പിക്കാൻ പറ്റും? എച്ച് എന്ന് കണ്ടു കഴിഞ്ഞാൽ അപ്പം നമ്മൾ മനസ്സിലാക്കണം ഹൈഡ്രജൻ ആണെന്ന് മനസ്സിലാക്കണം. ഇനി ഓ എന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കണം അത് ഓക്സിജൻ ആണ്. ഇത് ഇനി അടുത്ത വർഷമൊക്കെ വരും. അടുത്ത വർഷം വരുമ്പോൾ നമുക്ക് കുറച്ചുകൂടി സ്മൂത്തായി. ഇപ്പം എച്ച് എവിടെ കണ്ടു കഴിഞ്ഞാലും കെമിസ്ട്രി ബുക്കിൽ എവിടെ എച്ച് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഹൈഡ്രജൻ ആണെന്ന് മനസ്സിലാക്കാം. ഇനി ഓ ഏത് മൂലയിൽ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം ഓക്സിജൻ ആണെന്ന്. ഇനി എൻ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കും അത് നൈട്രജൻ ആണെന്ന് മനസ്സിലാക്കാം. അങ്ങനെ ഓരോ വർഷം കൂടുന്തോറും അതിൻ്റെ ഈ എന്താണ് പ്രായോഗികത ഇങ്ങനെ കൂടി വരും. അതുകൊണ്ട് തന്നെ ഇത് സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് പഠിക്കേണ്ട കാര്യമില്ല. ഇത് ഓട്ടോമാറ്റിക്കലി നമ്മുടെ മനസ്സിലൂടെ എത്രയോ വട്ടം ലക്ഷക്കണക്കിന് പ്രാവശ്യം നമ്മുടെ മനസ്സിലൂടെ ഇതിങ്ങനെ കയറിക്കൊണ്ടേയിരിക്കും നിങ്ങൾ കെമിസ്ട്രി പഠിക്കുമ്പോൾ അല്ലെങ്കിൽ കെമിസ്ട്രി മുന്നോട്ട് പഠിച്ചു പോകുമ്പോൾ. ഓക്കെ, അതേപോലെ തന്നെ നമുക്കറിയാം ഈ Cl എന്ന് പറഞ്ഞാൽ ക്ലോറിൻ ആണെന്ന് നമുക്കറിയാം. അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് സിമ്പിൾസുകൾ മാത്രമാണെന്ന് നിങ്ങൾക്ക് എവിടേക്ക് ആവശ്യമുള്ളത്? 8ാം ക്ലാസ്സിലേക്ക് ആവശ്യമുള്ളത്. അതേപോലെ തന്നെ നമുക്ക് വേണം Fe, ഇത് ഇരുമ്പാണെന്ന് മനസ്സിലാക്കണം. അതേപോലെ തന്നെ നമ്മുടെ Au അല്ലേ, സ്വർണ്ണമാണ്, ഗോൾഡാണ്, മനസ്സിലാവുന്നുണ്ടോ മക്കളെ? അതേപോലെ തന്നെ Ag എന്ന് പറയുന്നത് സിൽവർ ആണ്, പഠിച്ചു വെച്ചേക്കണം. ഓക്കെ, അതേപോലെ തന്നെ P എന്ന് പറയുന്നത് ഫോസ്ഫറസ് ആണ്. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ്. ഇനി Na ഇത് സോഡിയമാണ്, K എന്ന് പറയുന്നത് പൊട്ടാസ്യമാണ്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ബേസിക് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ വേണ്ടത്. സോ ഹൈഡ്രജൻ, ഓക്സിജൻ, നൈട്രജൻ, ക്ലോറിൻ, ഇരുമ്പ്, അയൺ, ഗോൾഡ്, സിൽവർ, ഫോസ്ഫറസ്, സോഡിയം, പൊട്ടാസ്യം. ഓക്കെ, അത്യാവശ്യം ഉള്ളത് മാത്രം പഠിച്ചു വെക്കാം. അതേപോലെ തന്നെ നമുക്ക് ഇപ്പോൾ CO2 എന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കിക്കോണം. ഇനി എവിടെ CO2 കണ്ടു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കണം അതെന്താണ്? കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. ആരാണ് മക്കളെ? കാർബൺ ഡൈ ഓക്സൈഡ് എന്നാണ് ഇത് വായിക്കേണ്ടത്. ഇത് കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. മലയാളത്തിലും ഇംഗ്ലീഷിലൊക്കെ നമ്മൾ എന്താ വിളിക്കുക? കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് തന്നെയാണ് വിളിക്കുന്നത്. ഓക്കെ, ഇത് അങ്ങനെ തങ്ങ് പഠിച്ചേക്കുക, നേരെ പഠിച്ചേക്കുക. CO2 കാർബൺ ഡൈ ഓക്സൈഡ് CO2 അങ്ങനെ തന്നെ പഠിച്ചേക്കുക. ഇനി എത്രയോ ഇടങ്ങളിൽ എത്രയോ സ്ഥലങ്ങളിൽ നമുക്കിത് ഉപയോഗിക്കാറുണ്ട്. ഇനി അതേപോലെ തന്നെ H2O എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം ഇത് വാട്ടർ ആണ്. ആരാണ്? ഇത് ജലമാണ്. ഇങ്ങനെ ഓരോ കൊല്ലമാണ് അല്ലെങ്കിൽ ഓരോ ക്ലാസ്സിലെത്തുമ്പോൾ നമ്മൾ ഇതിങ്ങനെ ഡെവലപ്പ് ചെയ്ത് എന്താണ് നമ്മളിങ്ങനെ ഡെവലപ്പ് ചെയ്തിട്ട് ഇങ്ങനെ വരികയാണ് ചെയ്യുക. അല്ലാണ്ട് ഒരു സുപ്രഭാതത്തിൽ എല്ലാം കൂടി പഠിച്ചെടുക്കുക എന്ന് പറയുന്നത് അസാധ്യമാണ്. ഈ ഒരു കാര്യമാണ് എൻ്റെ മക്കളോട് ഓർമ്മിപ്പിക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ എന്താണ് വളരെ ഇത് കാണുമ്പോഴുള്ളൊരു ആദി വരാനുള്ളൊരു കാരണം ഇത്തരത്തിലുള്ള സാധനങ്ങൾ
എങ്ങാനും പരീക്ഷയിൽ കയറി വരുമോ എന്നുള്ളൊരു പേടി കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, പലപ്പോഴും ഈ ഒരു ഭാഗം പഠിക്കാൻ തന്നെ എന്താണ് ചിലർ പഠിക്കാതെ മാറ്റി വെക്കുന്നത്. അങ്ങനെ ഒന്നും നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യമില്ല. നമ്മൾ 8ാം ക്ലാസ് സിലബസ് എന്താണോ നിങ്ങൾക്ക് തന്നിരിക്കുന്നത് അതങ്ങോട്ട് പഠിച്ചേക്കുക, അത്രയും മതി. അത് മാത്രമേ നമ്മളോട് പരീക്ഷയ്ക്ക് ചോദിക്കൂ. ഇനി അടുത്ത വർഷം അതിൻ്റെ 9ാം ക്ലാസ്സിൽ പഠിച്ചാൽ മതി, അതിൻ്റെ അടുത്ത വർഷം 10ാം ക്ലാസ്സിൽ, അങ്ങനെ പോയാൽ മതി. ഓരോ വർഷം കൂടുന്തോറും നമ്മളിങ്ങനെ ഡെവലപ്പായിട്ട് വരും. അപ്പോൾ ഇതാണ് ഇതിനെ പൊതുവായിട്ട് നിങ്ങളോട് പറയാനുള്ള കാരണം. ഈ ഒരു കെമിക്കൽ റിയാക്ഷൻസ് അല്ലെങ്കിൽ രാസപ്രവർത്തനങ്ങൾ ഇല്ലാതെ കെമിസ്ട്രി ഇല്ല എന്ന് മനസ്സിലാക്കുക. ഇത് അതിൻ്റെ ആദ്യഘട്ടമാണ്. ആദ്യഘട്ടം വളരെ കൃത്യമായിട്ട് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ അടുത്ത വർഷം വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് പഠിച്ചെടുക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. ആർക്കെങ്കിലും പേടിയുണ്ടെങ്കിൽ അതുകൊണ്ട് മാറ്റി നിർത്തുക. കൃത്യമായിട്ട് പഠിക്കുക, കൃത്യമായിട്ട് റിവൈസ് ചെയ്യുക, എഴുതി അങ്ങോട്ട് പഠിക്കുക. അത്രയും ചെയ്യേണ്ടതുള്ളൂ. വീണ്ടും കാണാം മക്കളെ. ഗുഡ് ബൈ.